ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മളൊരു ക്രാക്ക് സീൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നല്ല ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്, അതായത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡാം പ്രൂഫ്. അതിൻ്റെ മുന്നേ നമ്മൾ വിള്ളലുള്ള ഭാഗത്തൊക്കെ ക്രാക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് നന്നാക്കി അത് കുലിക്കണം. നന്നാക്കി കുലുക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് 3:1 അനുപാതത്തിലാണ് നമ്മളിത് ഫസ്റ്റ് കോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഒരു ലിറ്റർ ഈ ഡാം പ്രൂഫ് ആണെങ്കിൽ അതിക്ക് ഒരു 330 മില്ലി, 300 മില്ലി ആയി കുഴപ്പമില്ല, വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലം കേട്ടോ, ഏരിയ ഉണ്ടോ. ഇതാണ് വാട്ടർ, അതായത് ക്രാക്ക് സീൽ ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ നമ്മൾ ആണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ബക്കറ്റിലേക്ക് നേരെ ഒഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ ലിറ്ററാണ് സാധനം. അതിലേക്ക് നമ്മൾ ഒരു 300 മില്ലി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നാക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് അടിക്കാൻ പോകട്ടോ. ഒരു കാര്യത്തിൽ നമ്മളൊരു വെട്ടിവീഴ്ച ചെയ്യട്ടോ. കാരണം വെച്ചാൽ ഇതിൽ പൊടി മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്രാക്ക് സീൽ ചെയ്ത് മേലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വൃത്തിയാക്കുക. ചൂലോടെ അടിച്ച് പോരാ, നല്ല ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് നന്നാക്കി വീണ്ടും വൃത്തിയാക്കുകയാണ്. ഒരു തുള്ളി പൊടി പോലെ നമുക്ക് കാണാൻ പാടില്ല. എങ്കിലേ ഈ വാട്ടർ പ്രൂഫ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. നമ്മൾ ടെറസിന് മൊത്തം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഞാനിപ്പോൾ ഈ ലീക്കുള്ള ഭാഗം മാത്രമേ ചെയ്യണുള്ളൂ. 1 ലിറ്റർ കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. വീട് മൊത്തം ടെറസ് കാർ വാഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ടെറസ് മൊത്തം അടിക്കുക. ചൂടിന് കുറേ കുറവ് കിട്ടും. ഏകദേശം ഒരു 5-6 ഇഞ്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ളത് ചരടൊന്നും കുടുങ്ങി നോക്കണം. ആദ്യം വിള്ളലുള്ള ഭാഗം മാത്രമേ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സാധനം ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഭാഗം കൂടി നമ്മൾ കവർ ചെയ്ത് പോകും. ആദ്യം നമുക്ക് ലീക്ക് തീരാനുള്ള ആവശ്യം. അപ്പോൾ ലീക്കുള്ള ജോയിൻറ്റിൽ കൂടി ഇപ്പോൾ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് 2-3 കോട്ടല്ല, അതിലധികം അടിക്കാനുള്ള സാധനം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുണ്ടോ, ഇപ്പോൾ പാരപ്പറ്റിൻ്റെ ആ മുതലിൽ നിന്ന് ഒന്നുകൂടി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെറസിന് ചെറിയ ചെറിയ ലീക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് സ്വയം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഓവർ കവർ ചെയ്തിട്ടില്ല. അത് 2 സൈഡിൽ ഒരു 2-3 ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് അടിക്കാം കേട്ടോ. അതായത് മൊത്തം പായലും പൂപ്പിലൊക്കെ കളഞ്ഞിട്ട് കാർ വാഷർ ഉപയോഗിച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ടെറസ് മൊത്തം നമുക്ക് വൈറ്റ് വാഷ് ചെയ്യും പോലെ വാട്ടർ പ്രൂഫ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് ഉണങ്ങിയ ശേഷം 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് ഇതേപോലെ ചെയ്യാം. അത് വീഡിയോ കാണിക്കണില്ല. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഒന്നും മാറ്റില്ല. ഇത് അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം നമ്മൾ 2ാം കോട്ട് ചെയ്താൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് കാണാം.